ആനന്ദിയും സാചനയും എവിക്റ്റഡ്, വീട്ടുകാർ ഷോക്ഡ്. ആനന്ദിയോ? ഇവിടെ എന്താ നടക്കുന്നത്? പുറത്തേക്ക് ഇങ്ങനെയാണോ? അപ്പോൾ പിന്നെ അടുത്ത ആഴ്ച ആര് ഔട്ടാവും? ഇങ്ങനെയാണെങ്കിൽ ആര് ജയിക്കും? വീട്ടുകാർ ഫുള്ള് ഷോക്കാണ് ആനന്ദി എവിക്റ്റ് ആയപ്പം. എല്ലാവർക്കും ഷോക്കാണെങ്കിൽ സാജന എവിക്റ്റ് ആയപ്പം കൂട്ടക്കരച്ചിലാണ്. കൂട്ടക്കരച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടക്കരച്ചിലാണ്. ഇവര് ഈ സാജനയെ നോമിനേറ്റ് ചെയ്യുന്നത് ഏത് റീസൺ പറഞ്ഞിട്ടാണ്? സാജന കിഡീഷാണ്, അല്ലെങ്കിൽ സാജനയ്ക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇനി ഇങ്ങനെ ഒരു ഗെയിമിൽ കണ്ടീഷൻസ് കാണിച്ച് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പൊ അവസാനം വരുമ്പോൾ എന്താണെന്നറിയാമോ? സാജന എവിക്റ്റഡ് എല്ലാവരും കൂടി ഇരുന്ന് കൂട്ടക്കരച്ചിലാണ്. എന്തൊക്കെയാണ് ഈ വീട്ടിനകത്ത് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പിടിയൂല. പിന്നെ സൗന്ദര്യയുടെ ബിഹേവിയർ, കൊഞ്ഞണം കുത്തക്കം, ആ കേസിനെ കുറിച്ച് ഇന്ന് വിജയ് സേതുപതി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. സൗന്ദര്യ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. വിജയ് സേതുപതി കൊള്ളായിരുന്നു, ഇന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജാക്കിലിൻ്റെ ചില അനാവശ്യ കാര്യങ്ങളുള്ള ഇടപെടലുകൾ, ക്വസ്റ്റ്യൻ ചോദിക്കലുകൾ, മഞ്ചരി എടുത്തുള്ള ആ ഒരു ടോപ്പിക്ക് സംസാരിക്കുന്നുണ്ട്. തർഷികയാണ് ഇന്ന് പൊളിഞ്ഞ് വാരി അവിഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തർഷിക കിച്ചണിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കിയ ആ ഒരു കേസും, പിന്നെ വീണ്ടും തട്ടുകട, ആ പരിപാടിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ജെഫ്രിയുടെ ക്യാപ്റ്റൻസിയിൽ ഉണ്ടായ ഒരു പ്രശ്നത്തെ സംസാരിക്കുന്നു. ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടെന്ന് ആരോടും ചോദിച്ചിട്ടില്ല. പിന്നെ സൗന്ദര്യയ്ക്ക് ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട്. ഇനി മുതൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കാർഡ് തരും എന്നുള്ള ലെവലിൽ വിജയ് സേതുപതി സംസാരിക്കുന്നുണ്ട്. കൊള്ളായിരുന്നു. അപ്പം മെയിൻ ഇൻസിഡന്റ് ഈ പറഞ്ഞ പോലെ സൗന്ദര്യയ്ക്ക് കൊടുത്തിട്ടുള്ള വാണിങ്ങും സൗന്ദര്യയുടെ കോസ്റ്റ് കാണിക്കൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ അതിനകത്ത് തർഷികയ്ക്ക് വലിയ ലെവലിലൊന്നും പറയുന്നില്ല. തർഷിക തന്തയ്ക്ക് വിളിച്ചിട്ട് മേനെ വലിയ ലെവലിലൊന്നും വിജയ് സേതുപതി ഒന്നും പറയുന്നില്ല. ഡബിൾ എവിക്ഷൻ എന്ന് നടന്നു. എന്നിട്ട് ഇന്ന് വിജയ് സേതുപതി പറയുന്നുണ്ട് ഇനി 6 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ എന്നും പറയുന്നുണ്ട്. 6 ആഴ്ചയാണ് ഇനി ബാക്കിയുള്ളത്. ഓക്കെ, അപ്പൊ 6 ആഴ്ച ബാക്കിയുണ്ടെങ്കിൽ ഇതിനകത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം ഇനി 106 ആഴ്ചയേ ഉള്ളൂ, ഇനി 6 ആഴ്ചയല്ലേ ഉള്ളൂ, വീട്ടിൽ ഇത്ര ആൾക്കാരുണ്ട് എന്ന് വിജയ് സേതുപതി പറയുമ്പം ഷോ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യത ഇല്ല എന്ന് തോന്നുന്നു. എക്സ്റ്റെൻഡ് ചെയ്തേക്കാമെന്ന് ഞാൻ എൻ്റെ ഗസ്സാണ് പറഞ്ഞത് 2 ആഴ്ച മുന്നേ. പക്ഷെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യത ഇല്ലെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം വിജയ് സേതുപതി അങ്ങനെ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന എല്ലാ ആഴ്ചയും ഡബിൾ എവിക്ഷൻ നടത്തേണ്ടി വരും. എല്ലാ ആഴ്ചയും ഡബിൾ എവിക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇനി എത്ര 6 ആഴ്ചയുണ്ട്. ഈ 6 ആഴ്ചയിൽ 5 ആഴ്ച ഡബിൾ എവിക്ഷൻ കൂട്ട്, അപ്പം 10 പേര് പോയി. എന്നാലും വീട്ടിനകത്ത് പിന്നെ 6 പേരുണ്ട്. ഇപ്പം 15 ആയല്ലോ, 15 ആയി. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നില്ല എല്ലാ വീക്കിലും ഇപ്പോൾ ഡബിൾ എവിക്ഷൻ വരുമായിരിക്കുമോ? ചിലപ്പോൾ മിഡ് വീക്കൊക്കെ വരുമായിരിക്കാം. നോക്കാം. എന്തായാലും വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 തമിഴിൻ്റെ ഡേ 63 ഡിസംബർ 8-ാം തീയതിയിലെ വീക്കെൻഡ് ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പം വിജയ് സേതുപതി ക്യാപ്റ്റൻ തന്നെ ഇത്തവണ ഇവിടെ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ തെറ്റിക്കുമ്പോഴത്തേക്കും എൻ്റെ പസിൽ ഞാൻ തന്നെ പറിച്ചെടുക്കാമെന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ നമുക്ക് അതിനെക്കുറിച്ച് ചോദിക്കുന്നു എന്തിനാണ് സ്വന്തം പസിൽ ജെഫ്രി തന്നെ പറിക്കാൻ നോക്കിയത്. അപ്പോൾ ജെഫ്രി പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് ഇവരാരും കേൾക്കുന്നില്ല, അപ്പോൾ എനിക്കൊരു വാല്യൂ തരുന്നില്ല, അപ്പോൾ എനിക്കായിരിക്കുമല്ലോ കുഴപ്പം. അപ്പോൾ വിജയ് സേതുപതി അങ്ങനെ നീ ഇപ്പോൾ പറിച്ചെന്ന് പറഞ്ഞത് ശരിയാവോ? അപ്പോൾ ജെഫ്രി അങ്ങനെ ഞാനത് പറിച്ചു കഴിഞ്ഞാൽ ഇവർ കുറച്ചായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് അവരുടെ പരിപാടി കുറച്ചും കൂടി ജോലികളൊക്കെ മര്യാദയ്ക്ക് ചെയ്യും. അപ്പോൾ തർഷിക സാർ അവിടെ തർഷിയെ പോകുന്നു. സാർ റവാ ലഡു ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്, എൻ്റെ തെറ്റാണ് കേട്ടോ സാർ. അപ്പം പറയുന്നത് തെറ്റാണെന്നുള്ള കാര്യം നിങ്ങൾ എന്തിനാണ് വീണ്ടും പറയുന്നത്? ഞാൻ എന്തെങ്കിലും വന്ന് ചോദിക്കും തെറ്റാണ് സാർ എന്ന് പറയുന്നു. വീണ്ടും അടുത്ത ആഴ്ച വരുന്നു തെറ്റാണ് സാർ. അപ്പം നിങ്ങൾ ദയവ് കരുതി നീ എന്തെങ്കിലും ചോദിച്ച് പൊക്കുമ്പോൾ തെറ്റാണ് എന്ന് പറയരുത്. അപ്പോൾ പറയണത് സാർ ഞാൻ കിച്ചൺ ഇൻചാർജായിട്ട് നിന്നപ്പോൾ എനിക്കും കൂടി വർക്ക് ചെയ്യണമെന്ന് ആണ് ഞാൻ കരുതിയത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്തതെന്ന് പറയണത്. എന്നിട്ട് തർഷിക പറയുന്നില്ല എൻ്റെ കള്ളക്കാമുകൻ വിശാൽ അവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്നതെന്നുള്ള കാര്യം തർഷിക പറയുന്നുമില്ല, മിണ്ടുന്നുമില്ല, ഒന്നും പറയുന്നില്ല. വിജയ് സേതുപതി കള്ളൻ്റെയിലാണല്ലോ താക്കോൽ കൊടുത്തിരിക്കുന്ന ജെഫ്രി, കൊള്ളാം. ഇതിനകത്ത് തർഷികയുടെ ഒരു ഡബിൾ സ്റ്റാൻഡ് ഉണ്ട്, ആ സാധനം ഇന്ന് വലിച്ചു കീറി വിട്ടിട്ടുണ്ട്. അപ്പോൾ വിശാൽ പറയുന്നത് സാർ ഞാൻ കുക്കിംഗ് ചെയ്യായിരുന്നു, ഞാനൊന്നും അറിഞ്ഞിട്ടും ഇവിടെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നുള്ള ലെവലിൽ വിശാൽ അങ്ങ് ഒഴിഞ്ഞ് മാറുവാണ്. സത്യം പറഞ്ഞാൽ വിശാലാണ് തർഷിക അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ആരെങ്കിലും വരുന്ന നോക്ക്, പവിത്ര വരുന്ന നോക്ക് എന്നൊക്കെ ചോദിക്കുന്ന സാധനങ്ങൾ എപ്പിസോഡിലുണ്ട്. അപ്പോഴത്തേക്കും തർഷിക പറയണേ എനിക്ക് ആ ടൈമിൽ തോന്നിയായിരുന്നു സാർ, എനിക്ക് ആ ടൈമിൽ അന്നേരം അങ്ങനെ തോന്നി അവിടെ നിന്ന് എല്ലാവർക്കും കൂടെ ഫുഡ് ചെയ്യണം, അതുകൊണ്ട് ഞാൻ ചെയ്തു. വിജയ് സേതുപതി നിങ്ങൾ ക്യാപ്റ്റൻ ആയിരുന്നപ്പോഴാണ് ജെഫ്രി കയറി ഇതുപോലെ ചെയ്തെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു? പിന്നെ മഞ്ചരിയുമായിട്ടുള്ള ഒരു തൈര് വിഷയം, അതെന്താണ് മഞ്ചരിക്ക് നിങ്ങൾ ഇങ്ങനെ ഒരാൾക്ക് മാറ്റി കൊടുക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം. അപ്പോൾ ജെഫ്രി പറയുന്നത് സാർ ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ വാങ്ങിച്ചു വെച്ചോ എന്നാണ് ഞാൻ തർഷികയുടെ അടുത്ത് പറഞ്ഞു. മഞ്ചരി പറഞ്ഞു ഇല്ല എൻ്റെ അടുത്ത് തർഷിക അങ്ങനെയല്ല പറഞ്ഞു, ഒരാൾക്ക് വേണ്ടിയിട്ട് സാധനം മാറ്റി വെക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. വിജയ് സേതുപതി അധികാരം ദുഷ്പ്രയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തർഷിക. ജെഫ്രി നോക്കിയില്ലേ ഇതൊന്നും. ജെഫ്രി പറഞ്ഞു ശരിയാണ് സാർ, അസൾട്ടാണ്. അപ്പം മഞ്ചരി സാർ
ജാക്കലിൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച ജാക്കലിൻ അവിടെ ഒരു കമൻ്റ് അടിച്ചു. ഞാൻ ഈ പറയുന്ന പോലെ സാജനയുടെ അടുത്ത് ഓരോന്ന് പറഞ്ഞിട്ട് പിന്നീട് ഞാൻ കിച്ചണിൽ പോയി നിന്നപ്പോൾ ജാക്കലിൻ ഒരു കമൻ്റ് അടിച്ചു, ഒരു കൗണ്ടർ അടിച്ചു. അപ്പോൾ തർഷിക വന്ന് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജാക്കലിൻ ഒരു കൗണ്ടർ അടിച്ചത്. ഞാൻ തർഷിക അടുത്ത് പേഴ്സണലായിട്ട് പറഞ്ഞ വിഷയം തർഷിക പോയി അവിടെ പറഞ്ഞു. അപ്പോൾ കൗണ്ടർ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തർഷികയുടെ അടുത്ത് ഇത് പേഴ്സണലാണ്, എൻ്റെ അടുത്ത് മാത്രമേ പറയാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു വിജയസേവതി. ജാക്കലിൻ സൗന്ദര്യ, നിങ്ങൾ എന്തിനാണ് കമൻറ്റ് പറഞ്ഞത്? നിങ്ങളെ സംബന്ധിക്കുന്ന വിഷയമാണോ അത്? അപ്പോൾ ജാക്കലിൻ, സാർ ഇവർ ചോദിച്ച് കേൾക്കുന്ന ഓരോരോ കാര്യങ്ങളെയും മഞ്ജരി ഇങ്ങനെ ചോദിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. മഞ്ജരി പറഞ്ഞു, സാർ ഞാൻ അതല്ല സാർ കേട്ടത്, ഞാൻ ആ സാധനം അല്ല കേട്ടത്. അപ്പോൾ ജാക്കലിൻ, സാർ കുറച്ച് പേര് കൂടുതൽ കഴിക്കാറുണ്ട്, കുറച്ച് പേര് കുറച്ച് കഴിക്കാറുണ്ട്, ആ ഒരു കാര്യം. അപ്പോൾ മഞ്ജരി, സാർ ഞാൻ അതൊന്നുമേ അല്ല ചോദിച്ചത്. കുറച്ച് പേര് രാവിലെ പാല് കുടിക്കൂല, വൈകിട്ട് കോൾഡ് കോഫി ആയിട്ട് അങ്ങനെ ഇങ്ങനെ കൂടെ. അപ്പോൾ ഞാൻ പാല് കുടിക്കാത്തതുകൊണ്ട് എനിക്കത് എന്ത് ചെയ്യും, തൈരായിട്ട് തരുമോ എന്ന് ഞാൻ ചോദിച്ചോളൂ. അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജാക്കലിൻ പറഞ്ഞു, ഇതിനു മുന്നേ ഞാൻ കിച്ചൺ ലൈവിൽ ഉണ്ടാകുമ്പോൾ മഞ്ജരി ഒന്നും കേട്ടിട്ടേ ഇല്ല. അപ്പോൾ മഞ്ജരി, റാണവ് വൈകിട്ട് സേവ് ചെയ്ത് വെച്ച് കുടിക്കുന്നുണ്ടായിരുന്നു 2 തവണ. അപ്പോൾ അതാണ് ഞാനും ചോദിച്ചത് വിജയസേവതി, മഞ്ജരി ആയതുകൊണ്ടാണോ മഞ്ജരി ആയതുകൊണ്ടാണോ ജാക്കലിൻ നിനക്ക് ഈ പ്രോബ്ലം എന്നിങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ജാക്കലിൻ ഒരുമാതിരി ആവുന്നു. ജാക്കലിനാണെങ്കിൽ ഇന്ന് കുറേ ബ്ലഷൊക്കെ വാരി ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ സൗന്ദര്യ, സാർ സൗന്ദര്യ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കണം. അപ്പോൾ സൗന്ദര്യ പറഞ്ഞു, അത് സാർ എൻ്റെ പേര് മഞ്ജരി അവിടെ കിച്ചണിൽ എന്ന് പറഞ്ഞപ്പം ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, ഞാൻ ആരുടെയും പേര് സൗന്ദര്യ എന്ന പേരെ ഞാൻ വിടില്ല. അപ്പോൾ സാജനയുടെ പേര് അവിടെ നിന്ന് അപ്പം ഞാൻ സാജനയുടെ പേരും പറഞ്ഞിട്ടില്ല എന്ന് ആര് ഈ പറയുന്ന മഞ്ജരി പറയാണ്. അപ്പോഴത്തേക്കും തർഷിയ, സാർ എൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ പോലും ആരുടെയും പേര് മഞ്ജരി പറഞ്ഞിട്ടില്ല. അപ്പോൾ സൗന്ദര്യ, സാർ അതെ മഞ്ജരി പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല, പക്ഷേ എന്നെ മഞ്ജരി ആ സമയത്തും എന്താ പറയുക ഏഞ്ചൽ അല്ല, നിങ്ങളൊക്കെ ഡെവിൽ ആവേണ്ട ആൾക്കാരാണെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും വിജയസേവതി പറഞ്ഞു, ഇതെന്താണ് വാലും തുമ്പൊക്കെ, ഏഞ്ചലാണ് ഡെവിലാവുന്ന ആ കേസൊക്കെ പറഞ്ഞത് അവസാനമാണ്, തുടക്കമല്ലല്ലോ. സൗന്ദര്യം എന്നെ തന്നെ തിരിച്ചു വിടുക, എന്നിട്ട് പിന്നീട് നിങ്ങൾ കാണിക്കുന്ന മോക്കിങ്, കോക്കറി കുത്തക്കം, കൊഞ്ഞനം കാട്ടക്കം, എന്താണ് സൗന്ദര്യം ഇത്? പിന്നെ റാണവ് നിങ്ങൾ ഓരോന്ന് ആ ലിവിംഗ് റൂമിൽ നിന്ന് പറഞ്ഞപ്പോൾ, ലിവിംഗ് റൂമിൽ വന്ന് ജയിൽ നോമിനേറ്റ് ചെയ്ത് വേസ്റ്റ് പെർഫോമൻസിനെ റാണവിൻ്റെ പേര് നോമിനേറ്റ് ചെയ്തപ്പോൾ റാണവ് തലയാട്ടിയപ്പോൾ നിങ്ങൾ ഡോണ്ട് ഡൂ ദാറ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾക്ക് എന്തും ചെയ്യാം, നിങ്ങൾക്ക് ബാക്കിയുള്ളവരെ ഇങ്ങനെ കോക്കറി കൊഞ്ഞനോ ഒക്കെ കുത്താം, അപ്പം ബാക്കിയുള്ളവർക്ക് അത് ചെയ്തുകൂടാ അല്ലേ? അപ്പം നിങ്ങൾ ആർഗ്യൂ ചെയ്യും സൗന്ദര്യം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. ദയവ് കരുതി ഇങ്ങനെ പറ്റത്തില്ല, ഇങ്ങനെ പാടില്ല വിജയസേവതി. പിന്നെ രാത്രി ഇവിടെ ആരൊക്കെയാണ് ഫുഡ് കഴിച്ചത്? റേഷൻ എത്ര ദിവസത്തേക്കാണ് നിങ്ങൾക്ക് റേഷൻ തരുന്നത്? രാത്രി നിങ്ങൾ വീണ്ടും ഫുഡ് ഉണ്ടാക്കി കഴിച്ചു. ഈ ആഴ്ചയും പ്രോബ്ലങ്ങൾ ഒത്തിരി ഉണ്ടായതാണ്, തൈരിൻ്റെയും കോൾഡ് കോഫിയുടെയും പേര് പറഞ്ഞിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്ന് രാത്രി ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ? രാത്രി ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത് ശരിയാണ്. അപ്പോൾ അൻഷിത പറയാണ്, സാർ വിശാലും തർഷികയും അവരുടെ 2 പേരുടെയും പാലാണ് എടുത്തത് എന്ന് പറയണം. പക്ഷെ അവിടെ അൻഷിത ഈ പറയുന്ന പോലെ വിജയസേവതി ആദ്യം ചോദിക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് എത്ര ധൈര്യം വന്നു, എന്തുകൊണ്ട് നിങ്ങൾ ഈ ഫുഡ് എടുത്ത് രാത്രി വീണ്ടും പ്രിപ്പയർ ചെയ്ത് കഴിച്ചു റേഷൻ ഇല്ലാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ? അൻഷിത ക്ലിയർലി ഈ ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, എടാ ഇത് വേണോ, ഞാനില്ലേ എന്നെ കളിയാക്കുന്നതാണ് ദീപക്കണ്ണ എന്ന് ചോദിച്ചപ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ടില്ല, എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് ദീപക്കും ആരോടും പറഞ്ഞിട്ടാണ് പിന്നെ ഇവർ പായസമൊക്കെ വെക്കാനൊക്കെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ സാധനം ഈ പോയിന്റ് അൻഷിത പറയണമായിരുന്നു. എങ്കിൽ അൻഷിതയ്ക്ക് ഒരു കയ്യടി കിട്ടിയാണ്. സാർ ഞാൻ ആ സമയത്ത് എൻ്റെ അടുത്ത് ദീപക്കണ്ണൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോകാമോ എന്ന് അല്ലെങ്കിൽ ഇത് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ അന്നേരം പറഞ്ഞിരുന്നു, ഇങ്ങനെ വേണം എന്നെ കളിയാക്കുന്നതാണ് ദീപക്കണ്ണ, എന്നാൽ കിട്ടി എൻ്റെ ബാക്കി വിജയസേവതിയുടെ വായിന്ന് കേൾപ്പിക്കാനാണ് എന്നൊരു ഡയലോഗും കൂടി അൻഷിത അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സാധനം അൻഷിത പറഞ്ഞിരുന്നെങ്കിൽ, ഇന്ന് പറഞ്ഞിരുന്നെങ്കിൽ അൻഷിതയ്ക്ക് ഒരു പ്ലസ് പോയിന്റ് അവിടെ വീണേനെ. പക്ഷെ അൻഷിത ആ സാധനം പറഞ്ഞില്ല. അതിൻ്റെ അടുത്ത പോയിന്റ് പോലാണ് പറഞ്ഞു തുടങ്ങിയത്. വിശാലിൻ്റെയും തർഷികയുടെയും പാലാണ് എടുത്തത്, അവരുടെ പാലാണ്, അവരുടെ നാളത്തെ ദിവസത്തെ പാലാണ് എടുത്തത് വിജയസേവതി. അല്ല മഞ്ജരി ഇവിടെ പാല് മാറ്റി വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അത് പറ്റൂലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തർഷികയുടെയും വിശാലിൻ്റെയും എടുക്കാമോ? പൊളഞ്ഞ് തർഷിക കിളി പറഞ്ഞ് നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വിജയസേവതി പറയും, തർഷിക അവിടെ ഇരുന്നോ, വെള്ളം കുടിക്കാൻ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തർഷിക, സാർ അത് എൻ്റെ പോർഷനായിരുന്നു സാർ പാല്, ഞാൻ എന്നിട്ട് വൈകിട്ട് ഞാൻ പാല് കുടിച്ചില്ലായിരുന്നു, ആ പാലും ഉണ്ടായിരുന്നു സാർ. വിജയസേവതി, അത് നിങ്ങളുടെയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അത് ഗ്രൂപ്പായിട്ട് വെച്ചിരിക്കുന്നതല്ലേ, നിങ്ങളല്ലേ പറഞ്ഞത് ഇങ്ങനെ പാല് മാറ്റി വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെയാണ് പാലെന്ന് എങ്ങനെ പറയാൻ പറ്റും? അത് തർഷികയ്ക്ക് കയറി. ഇത് പ്രശ്നം ആവൂലായിരുന്നു, കാരണം മഞ്ജരി ചോദിച്ചപ്പോഴത്തേക്കും തർഷിക എന്ത് ചെയ്തു, ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് പോയി പറഞ്ഞു. അപ്പോൾ എന്നിട്ട് തർഷിക നേരെ കാണിക്കുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് വിജയസേവതി ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പോൾ സത്യം സാർ വിശാലും തർഷികയും അവരുടെ പാല് തലേ ദിവസത്തെ പാല് മിക്സ് ചെയ്ത് വെച്ച് തലേ ദിവസത്തെ പാലായിരുന്നു, അതാണ് അവരെടുത്ത് വെച്ചത് എന്ന്. അപ്പോഴത്തേക്കും വിജയസേവതി, ഡീസൽ എഞ്ചിനൊന്ന് ആക്കി വായല്ലോ, ഡീസൽ എഞ്ചിനെന്ന് ഈ പറയുന്ന സത്യമാണ് വിളിക്കുന്നത് ഡീസൽ എഞ്ചിനെന്ന്. റെസ്പോൺസിബിൾ വേണ്ടേ? പിന്നെ രാത്രി 2 മണി 4 മണി നിങ്ങൾ എത്ര മണിക്ക് വേണോ ആഹാരം ഉണ്ടാക്കുക, അറ്റ്ലീസ്റ്റ് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് എല്ലാവരും കൂടെ നിന്ന് ആഹാരം ഉണ്ടാക്കി കഴിക്കുക, അത് ശരിയാണ്. ഈ സാധനം അൻഷിത അപ്പം അപ്പോഴെങ്കിലും അൻഷിതയ്ക്ക് പറയായിരുന്നു, സാർ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അൻഷിത ആ സാധനം പറഞ്ഞില്ല, അൻഷിത പറഞ്ഞിരുന്നെങ്കിൽ അൻഷിതയ്ക്ക് ഒരു പ്ലസ് പോയിന്റ് വീണേനെ. മഞ്ജരിയെ സേവ് ആക്കുന്നു.
അതിനുശേഷം ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ട് എന്ത് ചെയ്യുന്നു, വിജയ് സേതുപതി പറയുന്നു സൗന്ദര്യ, ജാക്വലിൻ, തർഷിക നിങ്ങളുടെ ഇടയിൽ എന്താണ് പ്രശ്നം, ഈ ചീത്ത വിളിയുടെ കേസ്. അപ്പോൾ തർഷിക പറയണം, സാർ അവിടെ ഞാൻ ടാസ്ക്കായി കണ്ട് എൻ്റെ മാക്സിമം കൊടുക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ സൗന്ദര്യയുടെ അടുത്ത് ഞാൻ എന്താ സൗണ്ട് നീ ഒന്നും ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ജാക്വലിൻ എന്നെ വരുമ്പോൾ അതിൽ രൂക്ഷമായി നോക്കി. അപ്പോൾ ഞാനും ജാക്വലിനോട് ഓരോന്നും പറഞ്ഞ് വഴക്കായി. അപ്പോൾ ജാക്വലിൻ ചീ പോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പം ഞാനൊരു കോൺവെർസേഷന് ഇവളടുത്ത് അപ്പം ഞാൻ അവിടുത്തെ ഒരു കോൺവെർസേഷന് പറഞ്ഞതാണ്, ജാക്വലിൻ നീ എന്നെ ചീ പോയെന്നൊന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഇത് നിൻ്റെ അപ്പൻ്റെ വീടൊന്നും അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പിന്നെ ഇവളുടെ തന്തയ്ക്ക് വിളിച്ചതേ അല്ല, ഞാൻ അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. അച്ഛനെ പറഞ്ഞത് എന്തിനു എന്ന് ചോദിച്ചുകൊണ്ട് ഇത് കേട്ടതും സൗന്ദര്യം ചാടി വന്ന് എന്നെ പിടിച്ച് തള്ളി. അപ്പം ഞാൻ ഇവളെന്തിന് ഇതിൻ്റെ നടുക്ക് വന്നു, ഞാനും ജാക്വലിനോട് സംസാരിക്കുന്നതിൻ്റെ നടുക്ക് ഇവളെന്തിന് കയറി വന്നു, ഇവളെന്തിന് എന്നെ പിടിച്ച് തള്ളി, ഇവൾ അതിനാരാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുകയും ചെയ്തു. വിജയ് സേതുപതി നല്ലതാണോ തർഷിക, അത് നിങ്ങൾ ചെയ്തത് നല്ലതാണോ? അപ്പോൾ തർഷിക സാർ എന്നെ ചീ പോ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ജാക്വലിൻ എന്താ, അപ്പോൾ ജാക്വലിൻ പറയണം, സാർ നോർമൽ വിഷയമാണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് റീസൺസ് ഉണ്ടായിരുന്നു ആ ടാസ്കിൽ ഞാൻ കളിക്കാത്തത്, എനിക്ക് എൻ്റെതായിട്ടുള്ള റീസൺ ഉണ്ടാവും. വിജയ് സേതുപതി നീ എന്തിന് ചീ പോ എന്ന് പറഞ്ഞ് വിളിക്കാൻ പോയി? അപ്പോൾ ജാക്വലിൻ സാർ എൻ്റെ കൺട്രോള് ആ സമയത്ത് എനിക്ക് കിട്ടിയില്ല, എനിക്ക് ആ സമയത്ത് എൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ വിജയ് സേതുപതി സൗന്ദര്യ നിങ്ങളുടെ അടുത്ത് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല, കേട്ടിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ദയവ് കരുതി സംസാരിക്കുക. എപ്പോഴും ഞാൻ വന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നു, നിങ്ങൾ സോറി പറയുന്നു, അടുത്ത ആഴ്ച വീണ്ടും വന്ന് പറയുന്നു, സോറി പറയുന്നു, ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സൂക്ഷിച്ച് വാക്കുകളൊക്കെ ഉപയോഗിക്കുക സൗന്ദര്യ. കാർഡ് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ കാർഡ് തരണോ? കാർഡൊക്കെ എൻ്റെ കയ്യിലുണ്ട്, കാർഡൊക്കെ തരണം. ഇനി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ വാതിൽ തുറക്കും, ഇറങ്ങി അങ്ങ് ഓടിക്കോണം, അതേ നിങ്ങൾക്ക് നടക്കുകയുള്ളൂ, എല്ലാവരും ഇജക്റ്റ് ആക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ടോപ്പിക്ക് ഇത്രയും പറഞ്ഞ് അങ്ങ് നിർത്തുന്നുണ്ട്. ഓക്കെ, ഇത്രയും പറഞ്ഞ് സൗന്ദര്യക്ക് ഒരു വാണിംഗ് കൊടുക്കും പോലെ ഈ സാധനം കൊടുത്ത് അങ്ങ് നിർത്തുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ജാക്വലിന് വാണിംഗ് കൊടുത്തു, ഓക്കെ, കാര്യം ഉള്ള കാര്യത്തിന്. സൗന്ദര്യക്ക് വാണിംഗ് കൊടുത്തു, അപ്പോൾ ഈ തന്തയ്ക്ക് വിളിച്ച തർഷയ്ക്കൊന്നുമില്ലേ? ഒന്നുമില്ലേ? 3 പേരുടെ ടോപ്പിക് എടുത്ത് 3 പേർക്കും കൊടുക്കണമായിരുന്നല്ലോ. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്ന കാര്യം മഞ്ജരിയിലേക്ക് ഒരു ചാഴ്ച ഉണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. കാരണം മഞ്ജരിക്ക് എപ്പോഴും ഡയറക്റ്റ്ലി പറയുന്നില്ല. ഡയറക്റ്റ്ലി ഒരു കാര്യം മഞ്ജരി നിങ്ങൾ ചെയ്തത് നല്ലതാണ്, മഞ്ജരി അങ്ങനെ ചെയ്തത്, മഞ്ജരി ഇങ്ങനെ അങ്ങനെ പറയുന്നില്ല. അല്ലാതെ മഞ്ജരിക്കൊരു നീതി പലയിടത്തുനിന്നും, മഞ്ജരി ചെയ്ത് ശരിയാണ്, ഓക്കെ, മഞ്ജരിക്കൊരു നീതി പലയിടത്തുനിന്നും വിജയ് സേതുപതി വാങ്ങി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നോമിനേഷൻ ഉള്ളവർ ഒരുമിച്ചിരിക്കാൻ പറയുന്നു. ആരൊക്കെ പോകുമെന്ന് ചോദിക്കുകയാണ്. ആര് പോകാനാണ് സാധ്യത എന്ന് ചോദിക്കുന്നു. റയാൻ പറയുന്നു റാണവ് പോവും, പവിത്ര പറയുന്നു സത്യ പോവും, സത്യ പറയുന്നു ഞാൻ തന്നെ സ്വന്തമായിട്ട് ഞാൻ തന്നെ പോകുമെന്ന് പറയുന്നു. ബാക്കി രഞ്ജിത്ത്, തർഷിക, ആനന്ദി, മുത്തു, സാചന, റാണവ് ഇവർ ഇത്രയും പറയുന്ന റയാൻ പോകുമെന്നാണ്. അപ്പോഴത്തേക്കും റയാനെ സേവാക്കുന്നു, റാണവിനെയും സേവാക്കുന്നു. സത്യ പറയാണ് ഞാൻ പോകും സാറെന്ന് പറയുമ്പോൾ പറയാണ് ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ വാതിൽ തുറന്നു തരാം, പുറത്തേക്ക് വാ എന്ന് പറയണം. വിജയ് സേതുപതി അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ. അപ്പം എന്നിട്ട് പറയാണ് ഇനി ഞാൻ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് പറയാൻ പോകണം, കാർഡ് എടുക്കുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് കാർഡ് തിരിക്കുന്നു. ആനന്ദി എവിക്റ്റഡ്. വീട്ടുകാരെ ഫുള്ള് ഷോക്ക്. ഇങ്ങനെ എല്ലാവരും ഇതേ സ്പോട്ടിൽ ഇരിക്കണേ, ആനന്ദിയാ, എല്ലാവരും ഇങ്ങനെ അതേ ഷോക്കിലിരിക്കുകയാണ്. ആനന്ദി എവിക്റ്റഡ്. പക്ഷെ ആനന്ദി ഭയങ്കര ചിരിച്ചുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞാൽ ആനന്ദി അവിടെ നിന്ന് എഴുന്നേക്കുന്നു. പവിത്ര ഭയങ്കര കരച്ചിലാണ്, തർഷിക ഭയങ്കര കരച്ചിലാണ്, കെട്ടിപ്പിടിക്കുന്നുണ്ട്. അൻഷിത കരച്ചിലാണ്, കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അരുൺ വന്ന് വെൽ പ്ലേഡ് എന്നൊക്കെ പറയുന്നു. ആനന്ദി പറയാണ് സുനിത പോയിട്ട് നീ സ്ട്രോങ് ആയിട്ട് നിന്ന പോലെ അൻഷി സ്ട്രോങ് ആയിട്ട് നിൽക്കേ എന്ന് പറയുന്നു. അതിനുശേഷം നേരെ ഗാർഡൻ ഏരിയയിലേക്ക് വരുന്നു. മുത്ത് പറയാണ് 106 ദിവസം ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ 63 ദിവസം കൊണ്ട് ആനന്ദി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോൾ ആനന്ദി അതിൻ്റെ ശരി തെറ്റുകൾ നോക്കാതെ ആനന്ദി ശരിയാണെന്നെങ്കിൽ ആനന്ദി ഇത് ഡയറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാവരും ആനന്ദി പോകാൻ സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെ ഒരു ഘട്ടത്തിൽ ആനന്ദി ആശ്വസിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം സ്റ്റാൻഡ് ആനന്ദിക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സൂപ്പറായിട്ടൊക്കെ പറയുന്നു. ദെൻ ആനന്ദി ഭയങ്കര വിഷമമാണ്. ആനന്ദിക്ക് എൻ്റെ കാജൽ, എൻ്റെ കരി എന്ന് എനിക്ക് കരച്ചിൽ വരുന്നു. എനിക്ക് ആരുടെ ഒരു ദേഷ്യവും ഇല്ല, ഞാൻ എനിക്ക് ചെയ്യേണ്ടത് മാക്സിമം ചെയ്തിട്ടുണ്ട്, അറിയില്ല എന്നെല്ലാം പറഞ്ഞ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആവുന്നു. പിന്നെ ദെൻ ആനന്ദി സ്റ്റേജിൽ വരുന്നു. വിജയ് സേതുപതി പറയാണ് ഓരോരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ വീക്കെൻഡിൽ ചോദിക്കുമ്പോൾ കറക്റ്റായി പറയുന്ന 2 പേരാണ് ആനന്ദിയും മുത്തുവും. അപ്പം ആനന്ദി പറയാണ് സാർ എനിക്കിതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, ഒത്തിരി കാര്യങ്ങൾ ആനന്ദി പറയാണ് എക്സ്പീരിയൻസിൻ്റെ കാര്യം. അതിനുശേഷം ജേണി വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. സ്ക്രീനിൽ കണ്ടസ്റ്റൻസുമായിട്ട് ചേരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് എടാ സൂപ്പറായിട്ട് ചെയ്യും, സൂപ്പറായിട്ട് ഇതിൽ സൗന്ദര്യം ഇമിറ്റേറ്റ് ഒക്കെ ചെയ്ത് കാണിക്കുന്നുണ്ട്. സൂപ്പർ ചിരിച്ച്. അപ്പം സാജന നീ തന്ന ഉമ്മയൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചപ്പോൾ സാജന ചിരിയും കളിയും ബഹളവും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് സാജന. അതിനുശേഷം ആനന്ദി ബായി പറഞ്ഞ് പോകുന്നു. ഇനി എനിക്ക് ആനന്ദിയെ പറ്റി പറയാനുള്ള ഒരു കാര്യമുണ്ട്. എനിക്ക് ആനന്ദി ഈ പറഞ്ഞ പോലെ ടോപ്പ് 5 ഒന്നും ഡിസർവിങ് ആണെന്ന് എനിക്ക് തോന്നില്ല. പക്ഷേ ഒരു ടോപ്പ് 8 വരാൻ സാധ്യതയുള്ള ഒരു ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ഇപ്പം പോവേണ്ടിയിരുന്നില്ല. കാരണം ഇന്നത്തെ ദിവസം, ഇന്നത്തെ എവിക്ഷനിൽ, ഈ ആഴ്ചത്തെ എവിക്ഷനിൽ ഞാൻ ഭയങ്കര ഈ ബിഗ് ബോസ് സീസൺ 7 നടന്നുകൊണ്ടിരിക്കുന്ന എവിക്ഷനിൽ ഏതാണ് ഫെയർ? എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ഞാൻ. നമ്മുടെ ഈ സീസണിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൽ ഫസ്റ്റ് ഫാറ്റ് മാൻ പോയി, അൺഫെയർ. അർണവ് പോയി, അൺഫെയർ. ദർശ പോയി, ഓക്കെ. സുനിത പോയി,
അൺഫെയർ. റിയ പോയി, അൺഫെയർ. വർഷിണി പോയി, ഓക്കെ. ശിവ പോയി, ഓക്കെ. ഇതിനകത്ത് ആകെ കൂടി ദർശയും റിയയും വർഷിണിയും മാത്രമാണ് അതിനകത്ത്. അല്ല, ദർശയും വർഷിണിയും ശിവയും പോയത് മാത്രമാണ് ഒരു ഫെയർ എവിക്ഷൻ. ബാക്കിയുള്ളത് മൊത്തം അൺഫെയർ സാധനങ്ങളാണ് മൊത്തം. ഈ എസ്പെഷ്യലി ആ സുനിതയുടെയൊക്കെ സാധനം, സുനിതയും ഫാറ്റ്മാനും ഒക്കെ. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം പോകേണ്ടിയിരുന്ന ആളല്ല. കാരണം ഇതിനകത്ത് ഈ രഞ്ജിത്തും സത്യയും തർഷികയും ഈ 3 എണ്ണത്തിന് അതിനകത്ത് വെച്ചിട്ട് ഇവരെ എന്തിനാണ് എടുത്ത് കളഞ്ഞത് എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഓട്ട്സ് എന്നൊക്കെ പറയുമായിരിക്കും, എന്നാലും ബിഗ് ബോസിന് സേവ് ചെയ്യാനൊക്കെ പറ്റുമോടെ കണ്ടന്റ് കൊടുക്കുന്ന ആളെയാണെങ്കിൽ. ഇവരിനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കൊരു പിടിയുമില്ല. അതിനുശേഷം വിജയ് സേതുപതി ബ്രേക്ക് കഴിഞ്ഞ് വരുന്നു. ഇനി 6 ആഴ്ചയേ ഉള്ളൂ. അപ്പം വീട്ടിലെ ആൾക്കാർ കൂടുതലുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങളടുത്ത് കളിക്കാനൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇത്തവണ ഒന്നല്ല, ഡബിൾ എവിക്ഷൻ. കാർഡ് കാണിക്കുന്നു, സാചന എവിക്റ്റഡ്. ഞാൻ സാചന ചിരിച്ചോണ്ടിരിക്കുന്നു. വീട്ടുകാരെ ഫുൾ അങ്ങോട്ട് കരച്ചിൽ തുടങ്ങി. സാചനയാ മുത്തു കരച്ചില്, രഞ്ജിത്ത് അല്ല സമി, എല്ലാവരും കരച്ചില്, എല്ലാവരും അങ്ങോട്ട് കരച്ചില്. അങ്ങനെ എന്ത് ചെയ്യുന്നു, സാചനയും അതിനുശേഷം വാ സാചന എന്നൊക്കെ പറയുന്നു. ശരി അപ്പ, ശരി സാർ, അല്ല ശരി അപ്പ, ഈ എനിക്ക് അപ്പയാണല്ലോ, ഞാൻ എവിക്റ്റ് ആയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാചനയും ഭയങ്കര കരച്ചില്, ഞാൻ സന്തോഷം കൊണ്ട് കരയുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു സങ്കടത്തോടു കൂടി എല്ലായിടത്തും താങ്ക് യു ബായ് എന്നൊക്കെ പറഞ്ഞു. തർഷിക ഭയങ്കര കരച്ചിലാണ്. സാചന പറയണം, മുത്തുവണ്ണ ജയിക്കണം, മുത്തുവണ്ണ എന്നെ വിശ്വസിക്കും, ഞാൻ പറയുന്നത് വിശ്വസിക്കും, കളിക്ക് മുത്തുവണ്ണ കളിക്ക്. എന്നിട്ട് മുത്തുവിനെ കെട്ടിപ്പിടിക്കുന്നു. മുത്തു കരയുന്നു. സാചന പറയാണ്, മഞ്ചരിയെ തനിയെ വിടരുത്, മഞ്ചരി ഒരാളെ ഒറ്റയ്ക്കാകുമ്പോഴുള്ള ഫീൽ എനിക്ക് നന്നായിട്ട് അറിയാം, ഒറ്റയ്ക്കാക്കരുത്, പാവമാണ് മഞ്ചരി എന്നൊക്കെ പറഞ്ഞാൽ മഞ്ചരിക്ക് പാവ കൊടുക്കുകയാണ് സാചന എന്ന് എഴുതിയത്. എന്നിട്ട് ഞാൻ ഗ്യാങ് ഒന്നും അല്ല മുത്തുവാണ് എൻ്റെ കൂടെ, എന്നാലും മുത്തുവിന് ഒരു മെഡലൊക്കെ മറ്റേ മാലയൊക്കെ മുത്തുവിന് കൊടുക്കുന്നു. എന്നിട്ട് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. സ്റ്റേജിൽ വരുന്നു. മുത്തു പറയണം, നല്ലൊരു പെണ്ണായിരുന്നു, നല്ല പെണ്ണ്. മഞ്ചരി പറയണം, എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് അവൾ പോയത്. അപ്പോൾ ദീപക്കണ്ണൻ, ഞാനാണ് അവളെ നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ ആനന്ദി ആരൊക്കെ നോമിനേറ്റ് ചെയ്തത് അതൊക്കെ നോർമൽ സംസാരങ്ങളാണ്. പിന്നീട് നേരെ സ്റ്റേജിൽ വരികയാണ് നമ്മുടെ സാചന. സാചനയുടെ ജേർണി വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. സ്ക്രീനിൽ കണ്ടസ്റ്റൻ്റായിട്ട് ചേരുന്നു. എല്ലാവരോടും സംസാരിച്ച് ഭയങ്കര ഹാപ്പിയാണ്. സാചനയും ബായ് പറയുന്നു. ഇനി എനിക്ക് സാചനയെക്കുറിച്ച് പറയാനുള്ള ഒരു സംഭവം, സാചന പോവേണ്ടിയിരുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അതായത് ഇതിനകത്ത് ഈ സീസണിൽ നടന്നിട്ടുള്ള അൺഫെയർ എവിക്ഷൻസ് നടന്ന സമയത്തൊക്കെ സാചന ഉണ്ടായിരുന്നു. സാചനയെക്കാളും ബെറ്റർ ആയിരുന്ന ആൾക്കാരായിരുന്നു ആ സമയത്ത് പോയിരുന്നത്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, അയ്യോ അൺഫെയർ ആണ്, സാചന എന്താ ചെയ്യുന്നത്, സാചന ഔട്ട് ആവേണ്ട ആളായിരുന്നു എന്ന് ഞാനപ്പോൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് ഈ സ്പോട്ടിൽ ഞാൻ പറയുന്നു, സാചനയുടെ വീക്ഷണക്ക് അൺഫെയർ ആണടേ. കാരണം സത്യ, രഞ്ജിത്ത്, തർഷികയും പോട്ടെ, തർഷികയും ഞാൻ വെറുതെ വിട്ടു. സത്യ, രഞ്ജിത്ത് ഈ 2 എണ്ണം എന്താണ് അവിടെ ചെയ്യുന്നത്? ഈ 2 എണ്ണത്തിനെ വെച്ച് നോക്കുമ്പം ആര് പോയി കഴിഞ്ഞാലും അത് അൺഫെയർ തന്നെയാണ്. സാചന പോവേണ്ടിയിരുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. സ്ട്രോങ് കണ്ടസ്റ്റൻസ് നോമിനേഷനിൽ വന്ന സമയത്ത്, എവിക്ഷനിൽ വന്ന സമയത്ത്, അവർ എവിക്റ്റ് ആയ സമയത്ത് സാചന ഈസ് എന്താ പറയുക, റിയലി ഫെയർ ടു ബി ഗോ ടു ദ ഇംഗ്ലീഷ് വേണ്ട, സാചന ഈസ് റിയലി ഫെയർ ആയിരുന്നു. ആ ഒരു സമയത്ത് സാചനയായിരുന്നു പോയിരുന്നതെങ്കിൽ. പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര അൺഫെയർ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ 6 ആഴ്ചയും കൂടിയാണുള്ളതെങ്കിൽ എല്ലാ ആഴ്ച ഡബിൾ എവിക്ഷൻ നടക്കുമോ? പിന്നീട് തർഷികയും വിജയ് സേതുപതി പോകുന്നു. തർഷികയും മനുഷ്യരോട് സംസാരിക്കുകയാണ്. തർഷിക പറയുന്നത് സാചന എന്നെ കെട്ടിപ്പിടിച്ചാണ് കിടന്നുറങ്ങുന്നത് വീട് മാറിയതിന് ശേഷം. ആനന്ദിയും സാചനയെ പോകുന്നു, ഞാൻ കരുതിയില്ല, ഞാൻ പോയാൽ അവർ പോകുന്നത് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എപ്പിസോഡ്, ഇത്ര എപ്പിസോഡുള്ളൂ. പക്ഷേ എനിക്കറിയില്ലടേ എങ്ങോട്ടാണ് ഈ ഇതിൻ്റെ പോക്കെന്നുള്ള കാര്യം. പിന്നെ ഞാൻ നാളത്തെ നോമിനേഷൻ്റെ കാര്യം അറിഞ്ഞിട്ടുണ്ട്. നാളെ ടോട്ടൽ 8 പേരാണ് നോമിനേറ്റഡ് ആയിരിക്കുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത്. സൗന്ദര്യ, ജാക്ലിൻ, പവിത്ര, അൻഷിത, തർഷിക, സത്യ, വിശാൽ, അരുൺ. 10 അല്ലല്ലോ, 8 പേര്. അപ്പോൾ ഇത്രയാണ് നോമിനേറ്റഡ് എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. നാളെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ് കാര്യം എന്നുള്ളത്. ഇനി വീക്കിലി ടാസ്ക് ഈ ആഴ്ച ഒരു പുതിയ, തമിഴ് ബിഗ് ബോസിനൊന്നും വരാത്ത ഒരു പുതിയ വീക്കിലി ടാസ്ക്കാണ് ഈ ആഴ്ച വരാൻ പോകുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിൻ്റെ പേര് ഞാൻ എവിടെയോ എടുത്ത് വെച്ചിരുന്നു, മറന്നുപോയി. ഇതിൻ്റെ ഒരു വെറൈറ്റി ടൈപ്പ് ഒരു ഇതാണ് ഇത്തവണ വരാൻ പോകുന്നതെന്നാണ് അറിഞ്ഞത്. ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ എവിടെയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ സാധനങ്ങൾ, എന്നിട്ട് എല്ലാം മറന്നു പോവും. വീക്കിലി ടാസ്ക് സെർവൻസ് ആൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ടാസ്ക്കാണ് വരുന്നത്. നാളെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എന്താ പറയുക, അധികാരികളും വേലക്കാരും ആ ഒരു ഇതാണ്. ബോസും സെർവൻസും ആണ്. ഒരു പുതിയ ടാസ്ക്കാണ്, ബിഗ് ബോസ് തമിഴിലെ പുതിയ ടാസ്ക്കാണ്. മലയാളം ബിഗ് ബോസിൽ വന്നിട്ടുണ്ടോ എന്തോ, നമുക്കിനി നാളെ തുടങ്ങുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം, അപ്ഡേറ്റുകളായിട്ട് വരാം. എനിക്ക് തോന്നുന്നില്ല ഗോവ ഗ്യാങ്ങിനെയൊക്കെ അടിച്ച് പൂട്ടിച്ച് വിട്ടു. ഇനി അതിനകത്ത് എന്താണ് ഉള്ളത്? ഇനി അതിനകത്തൊന്നുമില്ല, ഗോവ ഗ്യാങ്ങിനെയൊക്കെ പൂട്ടിച്ച് വിട്ടല്ലോ. അപ്പം നാളത്തെ റിവ്യൂ ആയിട്ട് വരാം. എൻ്റെ പനി കുറഞ്ഞു വരുന്നുണ്ട്.
എന്നാലും ഇനിയും ഓക്കെ ആവാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.